ഭീരുത്തന്മാരെ ഞങ്ങളുടെ കൊടിയിൽ നല്ല കമ്പാണ് കൊടി കെട്ടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് നേരിടാനുള്ളതേ ഉള്ളൂ. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ വാ, ഞങ്ങൾ നേരിടാൻ തയ്യാറാണ്. ഏകദേശം 90 ലക്ഷം മെമ്പർഷിപ്പ് അംഗങ്ങളുള്ള ഒരു സംഘടനയുടെ പ്രതിനിധിയാണ് സഖാവ് വീണ ജോർജ്. അവരെ ചൊറിയാൻ വന്നാൽ അങ്ങോട്ട് അതിലും നല്ല രീതിയിൽ മാന്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതുപോലെ തന്നെ മഹിളാ അസോസിയേഷനും അതിനുള്ള കേൾപ്പുണ്ട്. ഒരു കാര്യം നടത്താൻ സമ്മതിക്കത്തില്ല. കോരഞ്ചേരി കെട്ടിടം പണി റാന്നിയിൽ 5 നിലയുള്ള താലൂക്ക് ഹോസ്പിറ്റൽ ഇപ്പോൾ 7 നിലയും കൂടെ പണിതിട്ട് 12 നിലയാകാൻ പോവുകയാണ്. അടൂര് വല്ലനെ ആശുപത്രി, ഇന്നലെ കോൺഗ്രസുകാരവിടെ പോയി തല്ലി തകർത്ത വല്ലനെ ആശുപത്രി, അവിടെ ഈ കോൺഗ്രസിന്റെ എന്ത് സംഭാവനയാ ഉള്ളത്? എന്താ സംഭാവനയാണ് വല്ലനെ ആശുപത്രിക്ക്? CS സുജാത MP ആയിരുന്നപ്പോൾ പണിത കെട്ടിടമാണ്. ഇപ്പോൾ 2.5 കോടി രൂപ മന്ത്രി വീണ ജോർജും നീക്കിവെച്ചിട്ടുണ്ട്. എന്താണ് ചെയ്തത്? കോട്ടയം എടുത്ത് പരിശോധിക്കേ. 35 വർഷമായിട്ട് ഈ ചാണ്ടി ഉമ്മന്റെ അപ്പൻ ഉമ്മൻചാണ്ടി 35 വർഷമായിട്ട് കോട്ടയം ജില്ലയെ പ്രതിനിധീകരിക്കുന്ന MLA ആണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ ഏറ്റുമാനൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MLA ആണ്. എടാ, കോട്ടയം ജില്ലയാണെന്നും എന്റെ ജന്മസ്ഥലം ഈ ജില്ലയാണെന്നും ഇവിടെ ഒരു ജില്ലാ ആശുപത്രി ഉണ്ടെന്നും ഈ ആശുപത്രി ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഈ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ മാറ്റി ഇവിടെ പല നിലകളുള്ള ഒരു കെട്ടിടമാക്കി മാറ്റാൻ കോട്ടയം മെഡിക്കൽ കോളേജിനെ കേരളത്തിലെ 1ാമത്തെ മെഡിക്കൽ കോളേജ് ആക്കി മാറ്റണമെന്ന് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അയാൾക്ക് തോന്നണ്ടേ? അവരവരുടെ മണ്ഡലത്തിൽ എന്ത് വികസനം, ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, സ്വന്തം മണ്ഡലത്തിൽ എന്തെല്ലാം വികസനങ്ങൾ കൊണ്ടുവരുമ്പോൾ രാഷ്ട്രീയ വ്യത്യാസമില്ലാതാണ് നമ്മൾ ആ തീരുമാനമെടുക്കുന്നത്. ഇവിടെ പഞ്ചായത്തുകളിലാണേലും അതുപോലെ തന്നെ മണ്ഡലത്തിലാണേലും രാഷ്ട്രീയം നോക്കിയല്ല വികസന പ്രവർത്തനം കൊണ്ടുവരുന്നത്. ആ നാട് നമ്മുടെ നാടാണ്, നമ്മുടെ മണ്ഡലമാണ്, ഞാൻ വസിക്കുന്ന വില്ലേജാണ്. അവിടെ എന്ത് വികസന പ്രവർത്തനം കൊണ്ടുവരുന്നത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരു നാടിന്റെ നന്മയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചിന്തിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ചിന്തിക്കുന്നതെന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണല്ലോ 91 സീറ്റിൽ നിന്നും 99 സീറ്റോടുകൂടി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നില്ലേ? ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിൽ ഇപ്പൊ ഒരു സ്കൂൾ വന്നത്, ഉമ്മൻചാണ്ടി പഠിച്ച സ്കൂളിൽ ഒരു സ്കൂള് നല്ല എല്ലാ സൗകര്യങ്ങളോടും കൂടി, ആധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു സ്കൂള് കൊണ്ടുവന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. നിഷേധിക്കാൻ പറ്റുമോ കോൺഗ്രസുകാരെ? നിങ്ങൾക്ക് നിഷേധിക്കാൻ എങ്ങനെ പറ്റും? കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ഈയിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് ഓസ്ട്രേലിയയിൽ പോയിരിക്കുമായിരുന്നു അവിടുത്തെ പാർലമെന്റിൽ പങ്കെടുക്കാൻ. അവിടുത്തെ ഭരണകൂടത്തിന്റെ നിർദ്ദേശമനുസരിച്ച് അവർ വിളിച്ചതനുസരിച്ച് കേരളത്തിലെ ഗവൺമെന്റിന്റെ അനുവാദത്തോടും ഇന്ത്യ ഗവൺമെന്റിന്റെ അനുവാദം വേണം വിദേശത്തേക്ക് മന്ത്രിമാര് പോകണമെങ്കിൽ, അവരുടെ അനുവാദത്തോടുകൂടി ഓസ്ട്രേലിയൻ പാർലമെന്റിൽ പ്രബന്ധം അവതരിപ്പിച്ചു. ആരാ? വീണ ജോർജ് അവതരിപ്പിച്ചത്. അപ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് വീണ ജോർജ് അവിടെ പോയത്. അപ്പൊ ആശുപത്രി രംഗത്ത് മാത്രമല്ല, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ സർക്കാർ കഴിഞ്ഞ 9-10 വർഷമായിട്ട് കേരളത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കോൺഗ്രസുകാരെ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾ പ്രതിപക്ഷ MLA-മാരായിരിക്കുന്ന മണ്ഡലത്തിൽ പോലും മണ്ഡലം ആരുടേതാണെന്ന് നോക്കാതെ വികസന പ്രവർത്തനങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, അതുപോലെ തന്നെ ലൈഫ് പദ്ധതി പ്രകാരമുള്ള വീടുകൾ, എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ടൂറിസം മേഖലയിൽ അതുപോലെ തന്നെ റോഡുകൾ, നമ്മുടെ ഈ മുന്നിൽ കൂടി കടന്നു പോകുന്ന ഈ റോഡുകൾ, മൂവാറ്റുപുഴ പുനലൂർ റോഡ് പ്രതിപക്ഷത്തിന് MLA എന്നുള്ള നിലയിൽ കുറെ കാലം അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി. 13 പ്രാവശ്യം സഖാവ് രാജു അബ്രഹാം നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചപ്പോഴാണ് ആ റോഡ് ഇപ്പോൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ എത്രയെല്ലാം കാര്യങ്ങൾ എന്തൊക്കെ മേഖലയിൽ, സമസ്ത മേഖലയിലും വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന
കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾക്ക് തെറ്റായിട്ട് വാർത്തകളൊക്കെ കൊടുക്കുമെങ്കിൽ പോലും മാധ്യമക്കാർ പോലും സമ്മതിച്ചിട്ടുണ്ട് മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന്. അത് കേട്ടപ്പോൾ മുതൽ തുടങ്ങിയ ചൊറിച്ചിലാണ് കോൺഗ്രസുകാർക്ക്. ഇനിയും ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ കഴിയുകയില്ല. അധികാരമില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കുക എന്നത് കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ്. ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു അധ്യക്ഷനുണ്ട്, ഞങ്ങളൊന്നും പറയുന്നില്ല, എല്ലാവരും അവരുടെ ആളുകൾ തന്നെ പറയുന്നത് വ്യാജനാണെന്ന്. അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുവാൻ വേണ്ടി വ്യാജ കാർഡ് ഉണ്ടാക്കി സംസ്ഥാന പ്രസിഡന്റായി. ആ ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവ് കൊണ്ട് പരാതി കൊടുത്ത് കോടതി കണ്ടെത്തിയാൽ വ്യാജനാണ്. ഇപ്പോൾ ചൂരൽമലയിലെ ഫണ്ട് തട്ടിമറിച്ചത് ഇയാൾ തന്നെയാണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അയാള് ഈ അല്പന ഐശ്വര്യം വെക്കുമ്പോഴുണ്ടല്ലോ അർദ്ധരാത്രിക്ക് കൊട പിടിക്കുമെന്ന് നമ്മുടെ പഴമക്കാരൊക്കെ പറയും. അർദ്ധരാത്രിക്ക് എന്ന് പറഞ്ഞ പോലൊക്കെയുള്ള ഞാൻ ആദ്യത്തെ പേര് പറയുന്നില്ല, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. കണ്ടതെല്ലാം ദേവലോകമാണ് അയാൾക്ക്, ഇല്ലേ? പുതിയതായിട്ട് കയറി വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വ്യാജനായി വന്നപ്പോൾ ചെറിയ യൂണിറ്റുകളിൽ നിന്ന് ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാരും മഹിളാ അസോസിയേഷൻകാരും ഞങ്ങളൊക്കെ താഴെ യൂണിറ്റിൽ നിന്നും പ്രവർത്തിച്ചു മേഖലയിൽ നിന്നും അങ്ങനെ മുകളിലോട്ട് കടന്നു വന്ന സംഘടനാ പാടവമുള്ളവരാണ് ഇടതുപക്ഷത്തിന്റെ ബഹുജന സംഘടനക്കാർ. കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ശ്യാമ അടക്കമുള്ള നേതാക്കന്മാർ ഇവിടെ വന്ന് നിൽക്കുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം കോൺഗ്രസുകാരെ സൂചിപ്പിക്കുകയാണ്, 2,90,000 മെമ്പർഷിപ്പുള്ള അംഗമുള്ള പത്തനംതിട്ട ജില്ലയിലെ മഹിളാ അസോസിയേഷന്റെ നേതാക്കന്മാർക്ക് ഒരുങ്ങിയാലേ ഈ യൂത്തന്മാരെ ഞങ്ങളുടെ കൊടിയിൽ നല്ല കമ്പാണ് കൊടി കെട്ടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് നേരിടാനുള്ളതേ ഉള്ളൂ. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ വാ, ഞങ്ങൾ നേരിടാൻ തയ്യാറാണ്. ഒരു കോൺഗ്രസ് പോലീസിന്റെ സഹായമില്ലാതെ ഞങ്ങളുടെ മന്ത്രിയെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. ഞങ്ങളുടെ മന്ത്രിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏറ്റെടുത്തു. പത്തനംതിട്ട ജില്ല കഴിഞ്ഞാൽ കൊല്ലം ജില്ലയാണ്. ഇതിലും 5 ലക്ഷം അംഗങ്ങളുള്ള സംഘടനയാണ് പത്തനംതിട്ട, കൊല്ലം, അത് കഴിഞ്ഞ് തിരുവനന്തപുരം, അങ്ങനെ അങ്ങോട്ട് വടക്കോട്ട് പോകുമ്പോൾ ഏകദേശം 90 ലക്ഷം മെമ്പർഷിപ്പ് അംഗങ്ങളുള്ള ഒരു സംഘടനയുടെ പ്രതിനിധിയാണ് സഖാവ് വീണ ജോർജ്. അവരെ ചൊറിയാൻ വന്നാൽ അങ്ങോട്ട് അതിലും നല്ല രീതിയിൽ മാന്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതുപോലെ തന്നെ മഹിളാ അസോസിയേഷനും അതിനുള്ള കേൾപ്പുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെ ഈ ആവാസ സമരം നിർത്തി നിങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങൾ നോക്കി ജീവിക്കുക എന്ന് മാത്രമാണ് കോൺഗ്രസുകാരെ നിങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്.